ഹായ് ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോയ്സിന്റെ താഴെയുള്ള റെയിൽവേ ക്രോസിംഗിന്റെ അവിടെ കേട്ടോ. ഗൈസ്, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കന്നഡാറ്റിന്റെ കുറിയെ കൂടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, റെയിൽവേ ബ്രിഡ്ജ് ആണ്. അപ്പം ഇവിടെ നമുക്ക് ഒരു പുതിയതായിട്ടൊരു അതിഥി കൂടെ വന്നിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് നേരത്തെ നടക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ റെയിൽവേ പാളത്തിന്റെ നടുക്കൂടെ നടക്കണമായിരുന്നു. അപ്പൊ നമുക്ക് താഴോട്ട് നോക്കാനൊക്കെ പിടിയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ പാടായിരുന്നു. ഇവിടെ ഞാൻ പഠിക്കുന്ന സമയമായിരുന്നു. പഠിക്കുന്ന ടൈമിൽ ഞാൻ ഇതിനകത്ത് പോയിട്ടുണ്ട്. കണ്ണ് ഇങ്ങനെ അടച്ചു പിടിച്ച് പേടിച്ച് വിറച്ച് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇതിനകത്ത് നടന്നിട്ടുള്ളത്. ഇപ്പം അതിന്റെ ആവശ്യമില്ല. നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തൊരു സംഭവം ഒരു സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ കാണിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ സാധനം. ഇത്രയും ഗ്യാപ്പേ ഉള്ളൂ. എല്ലാവരും കാണാൻ പറ്റും തോന്നുന്നു. ഇതിനകത്തുള്ള നമുക്ക് ഇനി നടക്കേണ്ടത്. നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മൾ ഇതിനകത്ത് വേണം നടക്കാൻ. എനിക്ക് ഇതിനകത്ത് നടക്കാനും പേടിയാണ്. ഈ ഒരു ഗ്യാപ്പ് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഈ ഗ്യാപ്പ് കാണുമ്പോഴും എനിക്ക് പേടിയാണ്. അങ്ങോട്ട് വീണാലും ഇതിനകത്തോട് വീഴത്തില്ല. നമ്മൾ അടുത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇച്ചിരി വീതിയില്ല, എത്രയേ ഉള്ളൂ. നമുക്ക് താഴോട്ട് പോകുമ്പോൾ പേടിയും കാര്യങ്ങളൊക്കെ ആകുമായിരുന്നു. അപ്പം നമുക്ക് ഇനി നടക്കാൻ പറ്റുന്നതാണ്. ഇതിനകത്തോടെ കൈവരിയുണ്ട്, ഇതിൽ കൂടെ പിടിച്ച് നടക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ഗ്യാപ്പ് ഇതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത്രയും ഗ്യാപ്പ് വേണ്ട കാര്യമില്ല. ഇതിനകത്തോടെ ഓക്കെ. ഇപ്പുറത്തെ ഭാഗത്ത് വീഴത്തില്ലേ തോന്നിയാ. ഇപ്പുറത്തെ ഭാഗത്ത് കൈപ്പിടിയുണ്ട്. ഇപ്പുറത്തെ ഭാഗത്ത് മുട്ടിനും താഴെയായിട്ടാ അവർ കംപ്ലീറ്റ് ചെയ്ത് വെച്ചത്. എന്തിനാണെന്ന് എനിക്കറിയില്ല. നമുക്ക് സൂപ്പറായിട്ട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ആ കാണുന്നതാണ് തൂക്കുപാലം. ഇവിടെ നിന്ന് നമുക്ക് തൂക്കുപാലം സുഖമായിട്ട് കാണാൻ പറ്റും. അപ്പം ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഇപ്പോൾ ട്രെയിൻ വരുന്ന ടൈം ആവുന്നേ ഉള്ളൂ. അവിടെ റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ കിടപ്പുണ്ട്. ഒരു 4-5 മണിയാകുമ്പോഴത്തേക്ക് ഇതിനകത്ത് വരുത്തുള്ളൂ. അപ്പോൾ സന്ധ്യയ്ക്ക് ഒക്കെ വരുന്നവർക്കാണെങ്കിൽ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞ് വരുന്നവർക്കാണെങ്കിൽ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു കാഴ്ചയാണ്. ഇതിനകത്തോടെ നമ്മൾ നടക്കുന്നത് ആണ്. ഇങ്ങനെ ഒരു കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ വരുന്നവരെല്ലാം സൂക്ഷിച്ച് കാര്യങ്ങളൊക്കെ കണ്ടു വരിക. പിള്ളേരൊക്കെ നടന്നു പോകുന്നുണ്ട്. സ്കൂൾ വിട്ട് ടൈം ആകുന്നു. ഇനിയിപ്പം ഒരു ട്രെയിൻ വരാൻ കിടപ്പുണ്ട്. ട്രെയിൻ അവിടെ കിടപ്പുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്നു. അപ്പം ചെറിയൊരു വീഡിയോ ആണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഒരു പേടിച്ച് വീഡിയോ നടത്തിയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഹൈറ്റൊക്കെ പേടിയാണ്. ഇത് കല്ലിനാറ്റിന് മണ്ടയിൽ കൂടെ ആയതുകൊണ്ട് നമുക്ക് കാറ്റടിക്കുമ്പോൾ പോലും നമുക്കൊരു ഷേക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത്രയും പേടിച്ചാണ് ഇതിനകത്ത് കയറിയത്. കുഴപ്പമൊന്നുമില്ല. നമുക്ക് പിടിച്ച് നടക്കാവുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ദിസ് സെബിൻ ഫ്രം ET Ventures. ഓക്കെ.